നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു യാത്ര വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്. ഫോർട്ട് കൊച്ചിയിൽ ഈസ്റ്ററിൻ്റെ അന്ന് രാവിലെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വൽ. ഇവിടെയൊക്കെ തിരക്ക് ആയിക്കഴിഞ്ഞു, കാരണം ഏറ്റവും അധികം അവധികൾ അടുപ്പിച്ച് വന്ന ദിവസമാണ്. നമ്മളിന്ന് യാത്ര ചെയ്ത് വന്നിരിക്കുന്ന വാഹനം നിങ്ങൾ ഈ കാണുന്ന ടാറ്റ പഞ്ചാണ്. ടാറ്റ പഞ്ചിൻ്റെ ഏറ്റവും പുതിയ മോഡലാണ്. നമ്മൾ അടുത്ത കാലത്ത് ഈ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരുന്നു. വലിയ റേഞ്ചോടുകൂടി വന്നിരിക്കുന്ന വാഹനമാണ്. വലിയ റേഞ്ചും ചെറിയ വിലയും ഗംഭീരമായൊരു വാഹനവും. അതാണ് ടാറ്റ പഞ്ചിനെ പറ്റി എനിക്ക് ആദ്യം തോന്നുന്ന ഒരു ഇംപ്രഷൻ. 468 കിലോമീറ്ററാണ് ഇപ്പോൾ ഏറ്റവും പുതിയ പഞ്ചിൻ്റെ റേഞ്ച്. അതായത് 25-35 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കുകൾ ഉണ്ടായിരുന്ന പഞ്ചിന് ഇപ്പോൾ ഉള്ളത് 30-40 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കുകളാണ്. അങ്ങനെ 468 കിലോമീറ്റർ എന്ന് പറയുന്ന അത്ഭുതപ്പെടുന്ന റേഞ്ചുമായിട്ടാണ് ഏറ്റവും പുതിയ പഞ്ച് വന്നിരിക്കുന്നത്. തന്നെയുമല്ല, മറ്റൊരു പ്രത്യേകത ഉള്ളത് ഇത് ചാർജ് ആകാൻ 80% ചാർജ് ആകാൻ വെറും 26 മിനിറ്റ് മതി എന്നുള്ള കാര്യമാണ്. തന്നെയുമല്ല, 135 കിലോമീറ്റർ ഓടാനുള്ള റേഞ്ച് നിങ്ങൾക്ക് വെറും 10 മിനിറ്റ് കൊണ്ട് കിട്ടുകയും ചെയ്യും. മറ്റൊരു കാര്യമുള്ളത്, 65 കിലോ വാട്ടിൻ്റെ ചാർജർ പോലും ഇപ്പോൾ ഈ വാഹനത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. അതായത് നിങ്ങൾ ഈ ഒരു ചെറിയ വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിക്കാവുന്ന രീതിയിലുള്ള റേഞ്ചും അതോടൊപ്പം തന്നെ വളരെ പെട്ടെന്ന് ചാർജ് ആകുന്ന ആ ഒരു രീതികളുമെല്ലാം ഇപ്പോൾ ഏറ്റവും പുതിയ പഞ്ചിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ ഒരു ഡേ ഔട്ട് വിത്ത് പഞ്ച് എന്നുള്ള മോഡലൊന്ന് വാഹനമായിട്ട് ഇറങ്ങിയെന്നുള്ളൂ. കുറച്ച് ദിവസമായിട്ട് എൻ്റെ കയ്യിൽ ഈ വാഹനമുണ്ട്. വളരെ രസകരമായിട്ട് ഓടിച്ചു പോകാവുന്ന വാഹനമാണ്. തന്നെ വലിയൊരു കോമ്പാക്ട് സൈസ് എന്ന് പറയുന്നത് ഏറ്റവും പറ്റുന്ന സത്യത്തിൽ ഈ ഫോർട്ട് കൊച്ചിക്കാണ്. ഫോർട്ട് കൊച്ചിയിലെ എല്ലാ സ്ട്രീറ്റുകളും വളരെ നാരോ സ്ട്രീറ്റുകളാണല്ലോ. അതുകൊണ്ട് തന്നെ ഏറ്റവും രസകരമായിട്ട് ഓടിച്ചു പോകാൻ പറ്റുന്ന ഇവിടെയാണ്. എവിടെയും പാർക്ക് ചെയ്യാം, വളരെ ചെറിയ സ്പേസിൽ തിരിച്ചെടുക്കാം, അങ്ങനെ പല ഗുണങ്ങളുണ്ട്. പക്ഷേ ഇതിനൊരു സിറ്റി കാറായിട്ട് ഒതുക്കി നിർത്താൻ സാധിക്കുകയുമില്ല. അതിന് കാരണം ഞാൻ ഈ പറഞ്ഞ റേഞ്ചാണ്. 468 കിലോമീറ്റർ റേഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിലുടനീളം സഞ്ചരിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഫോർട്ട് കൊച്ചിയിലെ തിരക്ക് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഏറ്റവും രസകരമായ, എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും ഒരു വ്യത്യസ്തമായ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഫോർട്ട് കൊച്ചിയാണ്. ഇതൊരു മിക്സ് ഓഫ് കൾച്ചർ എന്നൊക്കെ വിളിക്കാവുന്ന രീതിയിൽ പോർച്ചുഗീസുകാരായാലും അതുപോലെ ഇംഗ്ലീഷുകാരായാലും എല്ലാവരും ഭരിച്ചു വരുന്ന സ്ഥലമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നതും നിങ്ങൾക്കെല്ലാം പരിചിതമായ ഒരു ബിൽഡിങ്ങിൻ്റെ മുന്നിലാണ്. വാസ്കോ ഹോം സ്റ്റേ എന്നിരിക്കുന്ന ഈ ഒരു വീട് ബിഗ് ബി വീടെന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. കാരണം ബിഗ് ബി എന്ന സിനിമയിൽ എല്ലാ പ്രധാനപ്പെട്ട സീനുകളെല്ലാം ഷൂട്ട് ചെയ്തത് ഈ വീടിനകത്തും പുറത്തുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബിഗ് ബി വീടെന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ തൊട്ട് പിന്നിൽ, പക്ഷേ ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് തൊട്ട് പിന്നിൽ കാണുന്ന ആ ഒരു ചർച്ച് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാണ്. അതാണ് വാസ്കോ ഡ ഗാമയെ അടക്കിയ ചർച്ച്. അതിനുശേഷം ഇവിടുന്ന് അദ്ദേഹത്തിൻ്റെ റിമൈൻസ് ഒക്കെ കൊണ്ടുപോയെങ്കിൽ പോലും വാസ്കോ ഡ ഗാമ മരിച്ചപ്പോൾ ഇവിടെയായിരുന്നു അദ്ദേഹത്തെ അടക്കിയത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഫോർട്ട് കൊച്ചിയിലൂടെ നമ്മളിന്നിപ്പോൾ ഈ ഒരു ഈസ്റ്റർ ദിവസം ഒരു ചെറിയ യാത്രയാണ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈജു നായർ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഫോർട്ട് കൊച്ചിയിലെ ഏറ്റവും മനോഹരമായ സ്ട്രീറ്റിൽ കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പ്രിൻസസ് സ്ട്രീറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ രാവിലെ തിരക്കാകുന്നതേ ഉള്ളൂ. സമയം 7:15 ആയിട്ടുള്ളൂ. കുറച്ച് കഴിഞ്ഞ് ഇവിടെ ഒന്ന് നിന്ന് തിരിയാൻ പറ്റാതെ അത്രയും തിരക്കാവും. തന്നെ ഇവിടേക്ക് ഈ റീൽ എടുക്കുന്നവരുടെ തിരക്കാണ് ഏറ്റവും കൂടുതൽ. റീൽ എടുക്കാൻ വേണ്ടി കപ്പിൾസും അതുപോലെ ഫ്രണ്ട്സ് എല്ലാം കൂടിയൊക്കെ ഒരുമിച്ച് വരുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം തന്നെ. വളരെ ചെറിയ സ്ട്രീറ്റാണ്. സ്ട്രീറ്റ് അവസാനിച്ച് കഴിഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഈ ടാറ്റ പഞ്ചിൻ്റെ കാര്യത്തിൽ നമുക്ക് വളരെ കോമ്പാക്ട് സൈസ് ആയതുകൊണ്ട് തന്നെ ഏത് വഴിയും ഓടിച്ചുകൊണ്ട് പോകാം. അതൊന്ന് കാണിച്ചു തരാൻ ഏറ്റവും പറ്റിയ ഒരു സ്ഥലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഫോർട്ട് കൊച്ചി തന്നെയാണ്. എന്നാൽ ഹൈവേയിൽ കൂടി ഓടിച്ചു പോകാനും ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം വെറും 9 സെക്കൻഡ്സ് മതി 100 കിലോമീറ്റർ വേഗത എടുക്കാം. പിന്നെ ഇതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഗംഭീരമായ സീറ്റിംഗ് പൊസിഷനാണ്. കാരണം ഒരു SUV, ഒരു പക്ക SUV ആണ്. അതുകൊണ്ട് തന്നെ നല്ല ഹൈറ്റുള്ള സീറ്റിംഗ് പൊസിഷനാണ്. നേരെ മുന്നിൽ വാട്ടർ മെട്രോ. കൊച്ചിയിലെ ഏറ്റവും ഗംഭീരമായ ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നത് ഈ വാട്ടർ മെട്രോ ആണ്. കാരണം വാട്ടർ മെട്രോ വളരെ കംഫർട്ടബിൾ ആണെന്ന് മാത്രമല്ല വളരെ കൺവീനിയൻറ്റും ആണെന്നുള്ളതാണ് പ്രത്യേകത. നമ്മൾ ഫോർട്ട് കൊച്ചി കൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഓരോ ബിൽഡിങ്ങിൻ്റെയൊക്കെ പഴക്കം കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. ഇത് കണ്ടോ, 1558 നിർമ്മിച്ച പള്ളിയാണ്. 1558 ഇതിന് കത്തീഡ്രൽ എന്നുള്ള പേര് വന്നത്. അതാണ് സാന്റാക്രൂസ് കത്തീഡ്രൽ ബസിലിക്ക. അതിമനോഹരമായ ഒരു പള്ളിയാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് നമ്മൾ പോർച്ചുഗലിലും സ്പെയിനിലും ഒക്കെ പോയപ്പോൾ അവിടുന്ന് ഈ വാസ്കോ ഡ ഗാമ പുറപ്പെട്ട സ്ഥലത്തൊക്കെ പോയപ്പോഴാണ് എല്ലായിടത്തും ഫോർട്ട് കൊച്ചി അല്ലെ കൊച്ചി കേരളം എന്നൊക്കെയുള്ള പേര് വീണ്ടും കാണാൻ ഇടയായത്. നമുക്ക് വലിയ അഭിമാനം തോന്നി കേട്ടോ ആ സമയത്ത്. പള്ളിയിൽ ഈസ്റ്റർ ആയതുകൊണ്ട് തന്നെ ഇവിടെ പ്രാർത്ഥനയൊക്കെ നടക്കുകയാണ്. അതുകൊണ്ട് നമുക്കിനി അധികം ഷോട്ട് ഇവിടെ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് തിരിച്ചൊന്ന് ജൂസ് സ്ട്രീറ്റിലേക്ക് പോകാം.
ഇന്ത്യൻ റോഡുകൾക്ക് ഏറ്റവും പറ്റുന്ന ഒരു വാഹനമാക്കി ടാറ്റ പഞ്ച് EVയെ മാറ്റുന്ന മറ്റൊരു കാര്യം ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. 195 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഏത് തരത്തിലുള്ള ഹമ്പുകളും ബമ്പുകളും എന്ത് വന്നാലും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. എനിക്ക് ഇത്തവണത്തെ ഏറ്റവും പുതിയ പഞ്ചിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയർ നിറങ്ങളാണ്. നേരത്തെ കുറച്ച് ബ്ലാക്കിഷ് ഒക്കെ ആയിരുന്നത് അത് മോശമാണെന്ന്, അല്ലെങ്കിൽ പോലും ഭയങ്കര പ്ലസൻ്റ് ആയി. ഇപ്പം നല്ല വൈറ്റ് നിറവും അതോടൊപ്പം തന്നെ ഈ ആഷ് നിറവും അതിൻ്റെ ഒരു മിക്സ് നല്ല രസമായിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ 10.25 ഇഞ്ചിൻ്റെ ഈ ഒരു സ്ക്രീനാണ്. ഇത് ഹർമൻ്റെ സ്ക്രീനാണ്. ഇതിലില്ലാത്ത കാര്യങ്ങളില്ല. അതാ 360 ഡിഗ്രി ക്യാമറ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വിഷ്വലൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ വളരെ യൂസർ ഫ്രണ്ട്ലി ആണെന്ന് മാത്രമല്ല ഭയങ്കര ബ്രൈറ്റാണ്. കണ്ടോ, ഇതിൽ ഉപയോഗിച്ചിരുന്ന കളേഴ്സും ഒക്കെ ശരിക്കും ഒരു EVക്ക് ചേരുന്ന കളേഴ്സാണ്. ആ ഒരു ഗ്രീൻ കളർ, അതോടൊപ്പം തന്നെ ഈ ഒരു ആഷ്, ഈ ഒരു വൈറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും നല്ല രസമുള്ള ഇൻറ്റീരിയറാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സ്റ്റിയറിംഗ് വീലാണ്. സ്റ്റിയറിംഗ് വീല് ടാറ്റയുടെ ഏറ്റവും പുതിയ EVകളുടെ ഒരു രീതിയാണ് 2 സ്പോക്ക്. അതിൽ ഡിജിറ്റലി ആണ് ഈ ഒരു ലോഗോ ഒക്കെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു കംഫർട്ട് ഭയങ്കര രസം. പിടിക്കാനുള്ള കംഫർട്ടായാലും അതിൻ്റെ ആ ഒരു ലെതർ റാപ്ഡ് ആയിട്ടുള്ള ഫീൽ, അതെല്ലാം തന്നെ ഗംഭീരം എന്നാണ് പറയേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സീറ്റിൻ്റെ ഹൈറ്റും അതുകൊണ്ടുണ്ടാകുന്നൊരു വിസിബിലിറ്റിയും അതും ഗംഭീരം എന്നാണ് പറയേണ്ടത്. അങ്ങനെ നമ്മൾ സ്നേഹിച്ചു പോകുന്ന ഒരു വാഹനമാണിത്. എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം വെച്ചാൽ ഇത്രയും വാല്യൂ ഫോർ മണി എന്ന് വിളിക്കാവുന്നൊരു വാഹനം ടാറ്റയുടെ ചരിത്രത്തിലും ഉണ്ടായിട്ടില്ല, ഇന്ത്യയുടെ ചരിത്രത്തിലും വളരെ കുറവാണ്. കാരണം ഇല്ലാത്ത ഒരു കാര്യങ്ങളുമില്ല. വെന്റിലേറ്റഡ് സീറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഒരു ചെറിയ വാഹനം നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല. 360 ഡിഗ്രി ക്യാമറ, 6 എയർ ബാഗുകൾ, അതോടൊപ്പം തന്നെ എല്ലാ തരത്തിലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സും അതെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വിലയ്ക്ക്, അതായത് ശരിക്കും പറഞ്ഞാൽ അവിശ്വസനീയമായ വിലയ്ക്കാണ് നമുക്ക് ഈ ഒരു വാഹനം ടാറ്റ തരുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ ഈ ഒരു പഞ്ച് EV വന്നപ്പോൾ ഇതിൻ്റെ അകത്ത് മെക്കാനിക്കലി ധാരാളം മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ സാധാരണ ഈ ഒരു ഇലക്ട്രിക് വാഹനങ്ങളുടെ ആയിട്ട് ബന്ധപ്പെട്ട പല ഘടകഭാഗങ്ങളിലും ഏറ്റവും പുതിയ ടെക്നോളജി കൊണ്ടുവന്നപ്പോൾ 50% ഒക്കെയാണ് അതിൻ്റെ ആ ഇലക്ട്രിക് ഘടകഭാഗങ്ങളുടെയൊക്കെ ഒരു വെയിറ്റ് കുറഞ്ഞിരിക്കുന്നത്. അതെല്ലാം നമുക്ക് ഈ റേഞ്ച് എന്തുകൊണ്ട് കൂടി എന്നുള്ളതിന് ഉത്തരമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ആഹാ, ജൂസ് സ്ട്രീറ്റിലപ്പം ഒരു റീലിൻ്റെ ഷൂട്ട് നടക്കാൻ തോന്നുന്നു. അപ്പോൾ ഇതാണ് ലോക പ്രശസ്തമായ ജൂസ് സ്ട്രീറ്റ്. ജൂതന്മാരെവിടെ ലോകത്ത് എവിടെ ജീവിച്ചാലും അവിടെ ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കും അവർ. അപ്പോൾ അങ്ങനെ കേരളത്തിൽ വന്നപ്പോൾ ഉണ്ടാക്കിയ ഒരു സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗമാണ് ഈ കാണുന്ന ജൂസ് സ്ട്രീറ്റ്. നേരെ കാണുന്നതാണ് ജൂയിഷ് സിനഗോഗ്. സിനഗോഗ് എന്ന് പറയുന്നത് അവരുടെ ആരാധനാലയം എന്നാണ് പറയേണ്ടത്, ജൂയിഷ് ചർച്ച് എന്നൊക്കെ പറയുന്നതാണ്. ഇവിടെ ഇപ്പോൾ അങ്ങനെ ജ്യൂസ് ഒന്നും താമസമില്ല. അവസാനത്തെ ജൂവും ഇസ്രായേലിലേക്ക് തിരിച്ചു പോയി. തന്നെയുമല്ല, ഇവിടുത്തെ ഏറ്റവും പ്രായം ചെന്ന ജൂയിഷ് മുത്തശ്ശിയും അടുത്ത കാലത്ത് മരിച്ചോടുകൂടി ജൂതന്മാർ എന്ന് വിളിക്കാവുന്നവരൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ലാതായി. അങ്ങനെ ജൂസ് സ്ട്രീറ്റ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും മറ്റെവിടത്തേക്കെങ്കിലും പോവുകയാണ്. പ്രത്യേകിച്ചൊരു ഉദ്ദേശമൊന്നും ഇല്ലാത്തതുകൊണ്ട് എവിടെയും പോകാമല്ലോ. നമ്മൾ കണ്ടതിൽ ഏറ്റവും മനോഹരമായ വാട്ടർ മെട്രോ ടെർമിനലാണിതാ ഈ മട്ടാഞ്ചേരിയുടേത്. നല്ല ഭംഗിയായിട്ടൊരു കേരള വാസ്തുശില്പ ശൈലിയിൽ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ജൂസ് സ്ട്രീറ്റിൻ്റെ മുന്നിൽ തന്നെ വന്ന് നിങ്ങൾക്ക് വാട്ടർ മെട്രോ ഇറങ്ങാം, ഒട്ടും തിരക്കില്ലാതെ. കൊച്ചിയിൽ എറണാകുളം നഗരത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് വാട്ടർ മെട്രോ എടുത്താലും ഒരു തിരക്കുമില്ലാതെ ഇപ്പോൾ നിങ്ങൾക്ക് മട്ടാഞ്ചേരി വന്ന് ഇറങ്ങാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കൂനൻ കുരിശ് പള്ളി എന്ന് പറയുന്നത്. കൂനൻ കുരിശ് പള്ളി വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അതായത് പണ്ട് ഇവിടം ഭരിച്ചിരുന്ന പോർച്ചുഗീസുകാരുടെ ഒരു മേൽക്കോയ്മയായിരുന്നു ക്രിസ്ത്യാനികളുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ടിരുന്നത്. അത് മാറിയിട്ട് പോപ്പിൻ്റെ മാർപ്പാപ്പയുടെ കീഴിലാണ് ഞങ്ങൾ എന്ന് ക്രിസ്ത്യാനികൾ പ്രഖ്യാപിച്ചൊരു സ്ഥലമാണത്. അതിനുവേണ്ടി അവർ ഇവിടുത്തെ ആ കുരിശിലൊരു കയറ് കെട്ടിയിട്ട് ആ കയറിൽ പിടിച്ച് നിന്നുകൊണ്ട് എല്ലാവരും കൂടി അങ്ങനെ ഒരു തീരുമാനം എടുത്ത് അങ്ങനെ ഒരു പ്രതിജ്ഞ ചൊല്ലി. അന്ന് ആ കുരിശ് അത്രയും ആൾക്കാരതിൽ കയറ് കെട്ടി വലിച്ചതിൻ്റെ പേരിൽ കുരിശൊന്ന് ചെരിഞ്ഞു എന്നാണ് പറയുന്നത്, കൂനൻ കുരിശ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പല പള്ളികളും നടന്നു. ഉദയംപേരൂരും അങ്ങനെ ഒരു പള്ളി, കൂനൻ കുരിശ് പള്ളിയുണ്ട്. എന്തായാലും അതിന് ശേഷമാണ് ഈ പോർച്ചുഗീസ് ആധിപത്യം ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ നിന്ന് പോയതെന്നാണ് പറയേണ്ടത്. നമ്മൾ ഈ കാണുന്നതൊക്കെ ബിനാലെ പോയിന്റുകളാണ്. ബിനാലെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അതിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട്. അതൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് മട്ടാഞ്ചേരി മാർക്കറ്റിൻ്റെ ഒരു ഭാഗമാണ്. സ്പൈസ് ബസാർ എന്ന് തന്നെയാണ് ഇത് അറിയപ്പെടുന്നത്. കാരണം ഒരു കാലത്ത് ലോകം മുഴുവനുള്ള സ്പൈസുകൾ
പൊയ്ക്കൊണ്ടിരുന്നത്, സുഗന്ധദ്രവ്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നാണല്ലോ. അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖ നഗരമായിരുന്നു ഈ ഒരു പ്രദേശം എന്നുള്ളതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സ്പൈസ് കയറ്റി വിട്ടുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ഈ കാണുന്ന ഈ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ മാർക്കറ്റിൻ്റെയൊക്കെ വളരെ തിരക്ക് പിടിച്ച സ്ഥലമാണ്. ഇന്നിപ്പോൾ നമ്മൾ ഇത്രയും നേരത്തെ എത്തിക്കൊണ്ടാണ് തിരക്കില്ലാതെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലോറികളും ഒക്കെ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു പ്രദേശം. തന്നെയല്ല, ഇതൊക്കെ ഈ ഒരു ബിനാലയുടെ ഒരു പോയിന്റുകൾ കൂടിയാണ് ഈ പ്രദേശമൊക്കെ തന്നെ. അപ്പോൾ ലോകം മുഴുവനുള്ള ആളുകൾ, അത് യൂറോപ്പിൽ നിന്നായാലും അറബ് രാജ്യങ്ങളിൽ നിന്നുള്ളവരായാലും എല്ലാം തന്നെ സ്പൈസ് ട്രേഡിങ്ങിനായിട്ട് വന്നിരുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു സ്ട്രീറ്റാണിത്. ഇപ്പോഴും അതിൻ്റെ ഒരു പഴമയിൽ നിലനിർത്താൻ പറ്റിയിട്ടുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം. ഇവിടുത്തെയൊക്കെ ഈ യെല്ലോ നിറമുള്ള ബിൽഡിങ്ങൊക്കെ ഉണ്ട്. ഇതൊക്കെ എത്ര വർഷം പഴക്കമുള്ളതായിരിക്കും. ഇതിപ്പം കോഫി ഷോപ്പാണെന്ന് തോന്നുന്നു, ബ്ലൂം എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടുത്തെ കോഫി ഷോപ്പുകളും ഭയങ്കര രസമാണ്. ഈ ഫോർട്ട് കൊച്ചിയിൽ എല്ലാം നല്ല ഇൻറ്റീരിയറും അതുപോലെ തന്നെ വളരെ പഴയ എക്സ്റ്റീരിയറൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടാണ് നിലനിർത്തിയിട്ടുള്ളത്. നമ്മളിപ്പോൾ മട്ടാഞ്ചേരി മാർക്കറ്റ് കടന്ന് വീണ്ടും ഫോർട്ട് കൊച്ചിയുടെ പരിസര പ്രദേശങ്ങളിലേക്ക് പോവുകയാണ്. വലതുവശത്തേക്ക് നോക്കി നമ്മൾ കാണുന്നത് നമ്മുടെ മറൈൻ ഡ്രൈവ് ഏരിയയൊക്കെയാണ്. ഇവിടെ മനോഹരമായ കഫേകളും ഒക്കെ ഉണ്ട്. ലോസ് ഏഞ്ചലസ് കഫേയാണ് ഇവിടെ കണ്ടത്. എനിക്ക് തോന്നുന്നു നമുക്കിനി എവിടെയെങ്കിലും ഒന്ന് നിർത്തിയിട്ട് നമുക്ക് വാഹനത്തിൻ്റെ ചുറ്റുപാടും ഒന്ന് കാണാം. എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ പറഞ്ഞിരുന്നു. എങ്കിലും ഇപ്പോൾ എന്തൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ടാറ്റ പഞ്ച് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഈ വലതുവശത്ത് കാണുന്നതാണ് പെപ്പർ ഹൗസ്. പെപ്പർ ഹൗസ് എന്ന് പറയുന്നത് ബിനാലയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു എക്സിബിഷൻ സെൻ്ററാണ്. പക്ഷേ നിങ്ങൾക്ക് ഇത് കൂടുതൽ പരിചയം വളരെ പോപ്പുലറായ ഒരു സിനിമയിൽ ഇത് വളരെ നേരം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അത് പ്രേമമാണ്. പ്രേമത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, കുതിരപ്പുറത്ത് ഷറഫുദ്ദീൻ വരുന്നതൊക്കെ കണ്ടത് നിങ്ങൾ ഈ ഒരു ബിൽഡിങ്ങിനുള്ളിലാണ്. അന്ന് ഇതൊരു കോഫി ഷോപ്പായിരുന്നു. ഇപ്പോഴാണ് അത് മാറിയിട്ട് ഇപ്പം ഇങ്ങനെയൊക്കെ ആയത്. ഇവിടെ മനോഹരമായ ചുവർ ചിത്രം, അത് പറങ്കികൾ അഥവാ വാസ്കോ ഡി ഗാമയുടെ ആൾക്കാരൊക്കെ വന്ന സമയത്തുള്ള ചില അന്നത്തെ ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പം ഇങ്ങനെ ചിത്രമാക്കിയിരിക്കുന്നത്. പൊന്നുപോലെ ലൈക്ക് ഗോൾഡ്. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് ഫോർട്ട് കൊച്ചിയിലെത്തിയിരിക്കുകയാണ്. ഫോർട്ട് കൊച്ചിയുടെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളിലൂടെ വീണ്ടും കടന്നുപോയിട്ട് നമുക്കിനി ഒന്ന് നമ്മുടെ വാഹനം അടുത്ത് കാണാം. ഇവിടെ ഇപ്പോൾ എറണാകുളം നഗരത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്താവുന്ന ഫെറിയാണ് അവിടെ കാണുന്ന വാഹനങ്ങൾ കയറ്റുന്ന ഫെറി. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ എത്താൻ സാധിക്കും. തന്നെയല്ല, അവിടെ ഒരു വലിയ ഷിപ്പ് കിടക്കുന്നുണ്ട്, വളരെ വലിയ ഒരു കണ്ടെയ്നർ ഷിപ്പ് കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇൻറ്റീരിയർ ഓടിച്ചൊന്ന് കാണാം. എല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞതാണ് നമ്മുടെ വീഡിയോയിൽ. എങ്കിൽ പോലും ഈ ഒരു ചെറിയ വാഹനത്തിൽ എന്തൊക്കെ കൊടുത്തിരിക്കുന്നു എന്നുള്ള അത്ഭുതപ്പെടുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ. അത് വീണ്ടും എന്നെ അത്ഭുതപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇത് ടോപ്പ് എൻഡ് മോഡലാണ് നമ്മൾ ഓടിക്കുന്നത്. ഇത് 129 bhp മോട്ടറാണ് ഇതിലുള്ളത്. ഞാൻ പറഞ്ഞല്ലോ 40 kW ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ചാർജ് ആകും. അതായത് 26 മിനിറ്റ് കൊണ്ട് 80% ആകും. കൂടാതെ 135 കിലോമീറ്റർ ഓടിക്കാനുള്ള ചാർജ് നിങ്ങൾക്ക് വെറും 10 മിനിറ്റ് കൊണ്ട് കിട്ടും. അതായത് 135 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു സ്ഥിതി വെച്ച് നോക്കിയാൽ വളരെ കൂടുതലാണ്. നമുക്ക് ഒരു സ്ഥലത്തും മറ്റൊരു സ്ഥലത്തേക്ക് എത്താൻ വെറും 10 മിനിറ്റ്, ഒരു ചായ കുടിച്ച് തീരുന്ന സമയം മതി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ 65 kW ചാർജർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ അറിയാലോ, ടാറ്റയുടെ വാഹനങ്ങളെല്ലാം തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ വളരെ മുന്നിലാണ്. ഇത് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയൊരു വാഹനം തന്നെയാണ്.
കൂടാതെ ABS, EBD, EPS, കൂടാതെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട്. 6 എയർ ബാഗ് കൂടാതെ എന്ന് മാത്രമല്ല എല്ലാ വേരിയൻറ്റുകളും അതെല്ലാം കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഈ ചെറിയ വാഹനത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത വെന്റിലേറ്റഡ് സീറ്റ് പോലുള്ള കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. പിന്നെ സീറ്റിൻ്റെ അപ്ഹോൾസ്റ്ററി ആയാലും കുഷനിങ് ആയാലും ഗംഭീരമാണ്, എല്ലാം തകർപ്പനാണെന്നാണ് പറയേണ്ടത്. കൂടാതെ ഈ ടോപ്പ് എൻഡ് മോഡലിൽ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു. ഓട്ടോ ഹോൾഡിൻ്റെ സ്വിച്ചാണ് ഇവിടെ കാണുന്നത്. കപ്പ് ഹോൾഡേഴ്സ്, വയർലെസ് ചാർജിങ് അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ ചാർജേഴ്സിൻ്റെ ഒരു കളിയാണ്. 12 വോൾട്ട്, 65 വോൾട്ട്, അതുപോലെ 12 വോൾട്ട് അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ചാർജേഴ്സും കൊടുത്തിരിക്കുന്നു. വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ ടച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്വിച്ചുകൾ, ടോഗിൾ സ്വിച്ചുകൾ ഇടയ്ക്കിടയ്ക്ക് കാണാം. ഈ ഒരു ക്ലൈമറ്റ് കൺട്രോളിൻ്റെ കാര്യത്തിൽ നല്ലൊരു ആംറസ്റ്റ്, അതിൽ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഈ ഡോർ പാഡിലേക്ക് പോയാലും 2 വലിയ ബോട്ടിൽ വയ്ക്കാം, പിന്നെ അംബ്രല വയ്ക്കാൻ വേണ്ടി കൂടെ വയ്ക്കാനുള്ള സംവിധാനമുണ്ട്. ഇത് നമ്മൾ ആദ്യകാലത്ത് കണ്ടിരുന്നത് ജാഗ്വറിൻ്റെയൊക്കെ വാഹനങ്ങളിലാണ്. അതൊക്കെ ഇപ്പോൾ നമ്മുടെ സ്വന്തം ടാറ്റയുടെയും ചെറിയ വാഹനങ്ങളിൽ പോലും വന്നിരിക്കുന്നു എന്നുള്ള സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഒരു സിംഗിൾ പെയിൻ സൺറൂഫ് കൊടുത്തിരിക്കുന്നു. പിന്നെ സ്റ്റിയറിംഗ് വീൽ പറഞ്ഞല്ലോ, നല്ല ഗംഭീരമായ സ്റ്റിയറിംഗ് വീൽ എന്ന് മാത്രമല്ല ഇതിൽ നമുക്ക് ഈ ഒരു റീജനറേറ്റീവ് ബ്രേക്കിങ്ങിന് വേണ്ടിയുള്ള പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോ മോഡ് മാറ്റുമ്പോഴും റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറയുന്നതിന് അങ്ങേ അറ്റത്തേക്കാണ്. അതുകൊണ്ട് തന്നെ എത്ര ദൂരം ഓടിച്ചു പോയാലും വീണ്ടും വീട്ടിലെത്തിക്കാനുള്ള ചാർജ് നമുക്ക് ഈ ഒരു റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൻ്റെ ഈ ഒരു ലെവലുകളിലൂടെ നമുക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ 3 ഡ്രൈവ് മോഡുകളുണ്ട്. അതിൻ്റെ സ്വിച്ച് ഇവിടെ കാണാം. ഇത് ഈ കാണുന്ന ഇക്കോ മോഡാണ്, ഇക്കോണമി ഡ്രൈവ് മോഡ്. അതാണ് ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടാവുന്ന മോഡ്. പിന്നെ സിറ്റി ഡ്രൈവ് മോഡ്, സ്പോർട്ട് ഡ്രൈവ് മോഡ്. ഈ സ്പോർട്ട് ഡ്രൈവിലേക്ക് വരുമ്പോഴത്തേക്ക് അറിയാമല്ലോ, കൂടുതൽ റേഞ്ചിൻ്റെ കാര്യത്തിൽ അല്പം കുറവായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. കൂടാതെ 360 ഡിഗ്രി ക്യാമറ, അത് 3D 2D എല്ലാ തരത്തിലുള്ള വിഷ്വലുകൾ നമുക്ക് അതിൽ കാണാൻ സാധിക്കും. അതുപോലെ ഈ ഒരു 12.25 ഇഞ്ച് സ്ക്രീൻ, അതേ വലിപ്പമുള്ള സ്ക്രീനാണ് ഇവിടെ മീറ്റർ കൺസോൾ കൊടുത്തിരിക്കുന്നത്. അത് വളരെ ഷാർപ്പായിട്ടുള്ള ധാരാളം ഇൻഫർമേഷനൊക്കെ തരുന്നൊരു സ്ക്രീനാണ്. അതിലിപ്പോൾ 173 കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നു. 43% ബാറ്ററി ചാർജ് ബാക്കിയുള്ളപ്പോൾ എന്ന് പറഞ്ഞാൽ കമ്പനി പറയുന്ന റേഞ്ചിൻ്റെ അടുത്തൊക്കെ എത്തുമെന്നുള്ള സംശയമില്ല. 355 കിലോമീറ്റർ വരെ നമുക്ക് റിയൽ വേൾഡ് മൈലേജ് കിട്ടുമെന്നാണ്, റേഞ്ച് കിട്ടുമെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു റീജനറേറ്റീവ് ബ്രേക്കിങ്ങും അതുപോലെ തന്നെ മോഡുകളൊക്കെ കാര്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ്ട് ആ ഒരു അതിനൊക്കെ കൂടുതൽ റേഞ്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതായത് 421 കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുന്ന പഴയ ബാറ്ററി പാക്കിൽ നിന്ന് ഒരു ഒറ്റ ചാട്ടമാണ് ചെയ്ത് 468 ആയിരിക്കുന്നത്. എന്തായാലും പിൻഭാഗത്തും ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇതൊരു സബ്ഫോമീറ്റർ വാഹനമാണെങ്കിലും ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പിൻഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഇരുന്ന് നോക്കാം. 90 ഡിഗ്രിയിൽ ഡോർ തുറക്കാൻ പറ്റുമെന്നുള്ളതാണ് മറ്റു പ്രത്യേകത. അതാ ഫുൾ തുറന്ന് നമുക്കൊരു വലിയ വീടിൻ്റെയൊക്കെ ഡോർ തുറക്കുന്ന പോലെ തുറന്ന് അകത്തേക്ക് കയറാൻ സാധിക്കും. ഇതിപ്പോൾ ഞാൻ ഏറ്റവും പിന്നിലേക്കാണ് നീക്കിയിട്ടിരിക്കുന്നത്. എന്നിട്ട് പോലും നല്ല ലെഗ് സ്പേസ് ഉണ്ട്, നല്ല തൈ സപ്പോർട്ടുണ്ട്. പിൻഭാഗത്തേക്ക് ഇവിടെ ഒരു 15 വാട്ടിൻ്റെ ചാർജർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ കപ്പ് ഹോൾഡേഴ്സ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെയും വലിയ ബോട്ടിലൊക്കെ വയ്ക്കാവുന്ന രീതിയിലാണ് ഡോർ പാഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്തായാലും വളരെ പ്ലസൻ്റായ ഇൻറ്റീരിയറാണ്. നമുക്ക് ഉൾഭാഗത്തിരിക്കുമ്പോൾ തന്നെ വളരെ വലിയൊരു വാഹനത്തിന് ഉൾഭാഗത്തിരിക്കുന്ന ഫീൽ കിട്ടുന്ന രീതിയിൽ പ്രസന്നമാണ് ഉൾഭാഗം എന്നാണ് പറയേണ്ടത്. അപ്പോൾ അങ്ങനെ ഫോർട്ട് കൊച്ചിയിൽ രാവിലെ എത്ര പേരാണ് ഫുട്ബോളൊക്കെ കളിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്. വളരെ എന്താണ് ചടിലവും സജീവവുമായ ഒരു രാവിലെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വാഹനം ഒന്ന് കണ്ട് അവസാനിപ്പിക്കാൻ തോന്നുന്നു. എന്തായാലും പുതിയ പഞ്ച് EV വന്നപ്പോൾ പ്രധാനമായിട്ടും വന്നിരിക്കുന്ന മാറ്റം മുൻഭാഗത്തെ ഒരു വലിയ LED സ്ട്രിപ്പ് അങ്ങ് പോയി എന്നുള്ളതാണ്. എന്നിട്ട് അവിടെ ഒരു ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗം വന്നു. മറ്റൊരു കാര്യമുള്ളത് താഴെ ഈ ഭാഗം കുറച്ച് പ്ലെയിനായി എന്നുള്ളതാണ്. അവിടെയും ഒരു സ്ട്രിപ്പൊക്കെ ഉണ്ടായിരുന്നു, എടുത്ത് കളഞ്ഞ് പ്ലെയിനായി. പിന്നെ താഴെ ആഷ് കളറായി ഇപ്പോൾ ഈ ഒരു ക്ലാഡിങ്ങിൻ്റെ ഭാഗം, അത് ഈ നിറത്തിന് വളരെ ഗംഭീരമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. എന്നാലും പുറത്തെ ഹെഡ് ലാമ്പും അതുപോലെ തന്നെ എയർ സ്കൂപ്പും പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ വളരെ വലിയൊരു SUV-യുടെ രൂപഭാവങ്ങളാണെന്നുള്ളതാണ് ഒരു പ്രത്യേകത. അവിടെ ചെറിയൊരു SUV ആണെന്ന് തോന്നാത്ത രീതിയിൽ ടാറ്റയുടെ വലിയ SUV-കളുടെ അതേ ഒരു ഗമ എന്ന് പറയുന്ന സംഭവം നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണാൻ സാധിക്കും.
ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ റേഞ്ച് കൂട്ടിയപ്പോൾ എന്താണ് സംഭവിച്ചത്. റേഞ്ച് കൂട്ടിയപ്പോൾ സംഭവിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ വെയിറ്റ് കുറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ പ്രിസ്മാറ്റിക് സെല്ലുകളാണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. നേരത്തെ സിലിണ്ടറിക്കൽ സെല്ലുകളായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് മാറ്റം സംഭവിച്ചു. കൂടാതെ ഇതിൻ്റെ വയറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ എല്ലാം വളരെ ലൈറ്റ് വെയിറ്റ് ആയി. അങ്ങനെ ഒരു 50%ഓളം ഇലക്ട്രിക്കൽ സാധനങ്ങളെല്ലാം വെയിറ്റ് കുറഞ്ഞുള്ള അത്ഭുതപ്പെടുന്നൊരു കാര്യമാണ്. എന്തായാലും മുൻഭാഗം ഇവിടെ തന്നെയാണ് നമ്മൾ ചാർജ് ചെയ്യേണ്ട സ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മുൻഭാഗത്തിൻ്റെ ഞാൻ പറഞ്ഞ ഒരു ഗമ തീർച്ചയായിട്ടും വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത്തരം മാറ്റങ്ങളൊക്കെ വന്നപ്പോൾ. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ 16 ഇഞ്ച് ടയേഴ്സാണ് കാണുന്നത്. അതിൽ ഭംഗിയുള്ള അലോയി, അതിനും ഒരു ആഷ് നിറമാണ് കൊടുത്തിരിക്കുന്നത്. സൈഡിലേക്കുള്ള ക്ലാഡിങ്ങും എല്ലാം തന്നെ ഇപ്പോൾ ആഷ് നിറമായിട്ട് മാറിയിട്ടുണ്ട്. ഇതിപ്പോൾ ഡ്യുവൽ കളറാണ്. ഇതിൻ്റെ മേൽഭാഗത്ത് ബ്ലാക്ക് ഫിനിഷാണ് കാണുന്നത്. എന്തായാലും ഈ നിറവും നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ടാറ്റ.tv എന്നുള്ള ബാഡ്ജിങ് അവിടെയുണ്ട്. പിൻഭാഗത്തേക്ക് വരുമ്പോഴും ഭംഗി അധികം വലിയ മാറ്റങ്ങളല്ല സംഭവിച്ചിരിക്കുന്നത്, എങ്കിലും അതൊരു ഭംഗിയുള്ള മാറ്റങ്ങൾ എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ LED സ്ട്രിപ്പ് നിലനിർത്തിയിട്ടുണ്ട്. ഫുൾ ബ്ലാക്ക് ഫിനിഷൊക്കെ അവിടെയും കൊടുത്തിരിക്കുന്നു. ഇവിടെ ഈ ഒരു ആഷും വൈറ്റ് ഒരു നിറവും കൊടുത്തിരിക്കുന്നു. പിന്നെ സ്പോയിലറും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു ഷാർഫൻ ആൻറ്റിനയും പിന്നെ ഡീഫോഗർ, സിംഗിൾ വൈപ്പർ, മേൽഭാഗത്ത് ആ ഒരു ആൻറ്റിന, അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റൂഫ് റെയിലിൻ്റെ പോലെ ഭംഗിയുള്ളൊരു ഭാഗം എന്നാണ് പറയുന്നത്. വെയിറ്റ് താങ്ങുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്തരം കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. അങ്ങനെ 366 ലിറ്റർ ബൂട്ട് സ്പേസും കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ചെറിയൊരു വാഹനമായിട്ടും അത്രയധികം ബൂട്ട് സ്പേസ് വന്നെന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇത്രയൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ എന്തായിരിക്കും പിന്നെ സംഭവിക്കാവുന്നത്? തീർച്ചയായിട്ടും വില വർദ്ധിച്ച് കാണും. പക്ഷേ അങ്ങനെ അല്ല സംഭവിച്ചെന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു നിർമ്മാണ നിലവാരം വർദ്ധിച്ചെങ്കിൽ പോലും ഒരു കോസ്റ്റ് ഒരല്പം കുറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. കാരണം പല മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞപ്പോൾ അങ്ങനെ ടോപ്പ് എൻഡ് മോഡലിന് 1,85,000 രൂപ വില കുറഞ്ഞു എന്നുള്ള ഞെട്ടിക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ 9.69 ലാക്സിലാണ് വില ആരംഭിക്കുന്നത്, 12.49 ലാക്സിലാണ് അവസാനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പഴയ മോഡലിനേക്കാളും റേഞ്ച് കൂടി, ബാക്കി എല്ലാ ഫീച്ചേഴ്സും വർദ്ധിച്ചു, എന്നിട്ടും 1,85,000 രൂപ കുറയുകയാണ് സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ടാറ്റ സമ്മതിക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും കുറച്ച് ദിവസം ഇത് കൂടെ കൊണ്ടുനടന്നപ്പോൾ എനിക്ക് തോന്നിയത് ടാറ്റയുടെ ഏറ്റവും മികച്ചൊരു വാഹനം ടാറ്റ പഞ്ചും ടാറ്റ പഞ്ച് EVയുമാണ് എന്നാണ് എനിക്ക് തോന്നിയത്. ടാറ്റ പഞ്ച് EV തീർച്ചയായിട്ടും ഒരു ഗംഭീര ബൈ ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ വിലയ്ക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് വാഹനമൊന്നും മാത്രമല്ല, ഇപ്പോൾ റേഞ്ചിൻ്റെ കാര്യത്തിലും യാതൊരു ക്ഷാമവുമില്ല. വളരെ പെട്ടെന്ന് ചാർജ് ആവുകയും ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഏറ്റവും പുതിയ പഞ്ച് EVയെ പറ്റി പറയാനുള്ളത്. അപ്പോൾ എന്തായാലും കുറച്ച് നേരം കൂടി ഫോർട്ട് കൊച്ചിയിലെ കാഴ്ചകൾ കാണാം. ഫോർട്ട് കൊച്ചിയിൽ വരുമ്പോൾ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇവിടുത്തെ ഏതെങ്കിലും കോഫി ഷോപ്പിൽ പുറത്ത് കസേരയുള്ള കോഫി ഷോപ്പിൽ ചുമ്മാ ഇരിക്കുക. 250 രൂപയുടെ ചായ ആയിരിക്കും, എന്നാൽ പോലെ അത് കുടിച്ചുകൊണ്ടിരിക്കുക. കൂടാതെ ഇവിടെ പാരഗൺ ഉൾപ്പെടെയുള്ള ഹോട്ടലുകളൊക്കെ വന്നിട്ടുണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ എൻജോയ് ചെയ്ത് നടന്ന് കാണാവുന്ന ഒരു ഗംഭീര സ്ഥലമാണ് ഫോർട്ട് കൊച്ചി. ഞാൻ കൊച്ചിക്കാരെ ഉദ്ദേശിച്ചല്ല കേട്ടോ പറയുന്നത്, മറ്റ് നാടുകളിലുള്ളവർ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഫോർട്ട് കൊച്ചിയും അതോടൊപ്പം തന്നെ ടാറ്റ പഞ്ച് EVയും. അപ്പോൾ വീഡിയോ ഉണ്ട്, എല്ലാവർക്കും നന്ദി, ബൈ.